ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഡ്രീം ഡ്രൈവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആക്ച്വലി ഞാൻ മാത്രമേ ഉള്ളൂ, ഇന്ന് ആതിരയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ പേഴ്സണലി ഇഷ്ടപ്പെട്ട എനിക്കൊരു വാഹനമാണ് എനിക്കിന്ന് കിട്ടിയിരിക്കുന്നത്, സ്കോഡ റാപ്പിഡ്. സ്കോഡ എന്ന് പറയുമ്പോൾ അതിൻ്റെ താഴെ ഒരു ടാഗ് ലൈൻ ഉണ്ട്, സിംപ്ലി ക്ലെവർ. സോ വെൽക്കം ടു ദ എപ്പിസോഡ്. റാപ്പിഡ് എന്ന് പറയുമ്പോൾ എല്ലാവരും നെറ്റിന്ന് വിളിക്കേണ്ട പഴയ റാപ്പിഡ് അല്ല, ഇത് ന്യൂ റാപ്പിഡ് ആണ്. ന്യൂ 2020 റാപ്പിഡ് ആണ്, 1 ലിറ്റർ ടെർബോ എഞ്ചിൻ. ഞാൻ ഈ എഞ്ചിൻ്റെ കാര്യമൊക്കെ മുമ്പേ പറഞ്ഞ് വേറൊന്നുമല്ല, ഈ ഒരു വണ്ടി എനിക്ക് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഷോറൂമിൽ നിന്ന് എടുത്ത് കൊണ്ടുവരുന്ന വഴിയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്. കാരണം ഈ ഒരു വണ്ടി ലോഞ്ച് ചെയ്തപ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്ന സംശയമാണ്, 1.6 cc എഞ്ചിന് 1 ലിറ്റർ ടെർബോ എഞ്ചിനിലോട്ട് വരുമ്പോൾ പവർ ഡ്രോപ്പ് ഉണ്ടാവുമോ, മൈലേജ് കുറയോ, കാര്യങ്ങൾ ഇത്രയും നല്ല വണ്ടിയായിരുന്നു, എന്തിനാ ഇങ്ങനെ സ്കോഡ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്, ഇങ്ങനെ പല ചോദ്യങ്ങളും നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ഉത്തരം ഈ ഡ്രൈവിലാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ വിശേഷങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, അപ്പോൾ അതിൽ നിന്നും ഓപ്പോസിറ്റായിട്ട് ഞാൻ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഫസ്റ്റ് പറയാണ്. എനിക്ക് പഴയ വണ്ടീനേക്കാളും ഒരുപാട് ഇഷ്ടമായി ഈ ഒരു വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട്. അത്ര കംഫർട്ടാണ്. 105 bhp 105 bhp ഉണ്ടായിരുന്ന വണ്ടി ഈ 1 ലിറ്റർ ടെർബോ എഞ്ചിനിലോട്ട് വരുമ്പോൾ 110 bhp ആയിട്ട് എൻജിൻ പവർ കൂട്ടിയിട്ടേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല, ഒട്ടും ലോസ് ആയിട്ടില്ല. അതുപോലെ തന്നെ മൈലേജിൻ്റെ കാര്യത്തിൽ നിങ്ങൾ സംശയിക്കേണ്ട. 18.6 കിലോമീറ്ററാണ് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ്. അതായത് ഏകദേശം ഒരു 19 കിലോമീറ്റർ മൈലേജ് കമ്പനി അവകാശപ്പെടുന്നുണ്ട്. അതൊരു പെട്രോൾ ടെർബോ ലിറ്റർ എഞ്ചിനിൽ ആ ഒരു മൈലേജ് എന്ന് പറയുമ്പോൾ നല്ല ഒരു എക്കണോമിക് മൈലേജും കാര്യങ്ങളൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ സംശയങ്ങളൊക്കെ, ഡ്രൈവിംഗ് എൻജിൻ ഭാഗങ്ങളുള്ള സംശയങ്ങളെല്ലാം തന്നെ ക്ലാരിറ്റി ആയി. ഇനി എനിക്ക് ഇവിടുന്ന് നല്ലൊരു റോഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പവറും കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഡ്രൈവ് കംഫർട്ട് നോക്കുകയാണെങ്കിൽ എക്സ്ട്രീം ലെവലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കോഡ റാപ്പിഡ് 2020 ഏറ്റവും കൂടുതൽ നമ്മൾ അട്രാക്ട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്രൈസാണ്. 7.49 ലാക്കിന് എക്സ് ഷോറൂം പ്രൈസ് ബേസ് വേരിയൻറ്റ് നമുക്ക് റാപ്പിഡ് കിട്ടും. ബേസ് വേരിയൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന മ്യൂസിക് സിസ്റ്റം ഇല്ലാതെ അല്ലെങ്കിൽ ബേസ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അങ്ങനെയൊന്നുമല്ല. മ്യൂസിക് സിസ്റ്റം ഉണ്ട്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ട്, അങ്ങനെയുള്ള ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്, വൺസ് സ്കോഡ ഫാൻ ഈസ് ഓൾവേസ് എ സ്കോഡ ഫാൻ. അപ്പോൾ അതുകൊണ്ട് ഞാനും പണ്ട് ഒരു ഒക്ടാവിയ 2006 ഒക്ടാവിയ യൂസ് ചെയ്തിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ വണ്ടി ഓടിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നുന്നു എനിക്ക് അതിനോട്. ആക്ച്വലി ഞാൻ നമ്മുടെ പ്രൊഡ്യൂസറിനോടും ക്യാമറാനോടൊക്കെ പറയുകയും ചെയ്തു, ഈ ഒരു വണ്ടിയുടെ പവർ നമ്മൾ പുറത്ത് കാണുന്ന അല്ലെങ്കിൽ മറ്റു വാഹനം ഇതിൽ കമ്പയർ ചെയ്ത് പറയുന്ന വാഹനങ്ങൾ പോലെയല്ല, അത്രയും ഒരു നമ്മൾ ക്യാപ്പബിലിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഡ്രൈവിലാണ്. എനിക്കിപ്പോൾ നല്ലൊരു റോഡ് കിട്ടിയിട്ടുണ്ട്, അത്യാവശ്യം കാല് കൊടുത്ത് ഞാൻ നോക്കിയിരുന്നു. അപ്പോൾ ഈ 1 ലിറ്റർ ടെർബോൻ്റെ ആ പവർ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു 3 ലിറ്റർ സിലിണ്ടർ എൻജിൻ ആണ് ആക്റ്റീവ് ആവുന്നത്. അതിന് 2.5 2500 RPM 4 ലിറ്ററിലോട്ട് അത് കൺവേർട്ട് ആവുന്നത്. അപ്പോഴാണ് ടെർബോ ഒക്കെ ആക്റ്റീവ് ആവുന്നത്. ടെർബോ ആക്റ്റീവ് ആവണ വരെ 3 ലിറ്റർ സിലിണ്ടറിൻ്റെ ഒരു നോയ്സ് നമുക്ക് ഉണ്ട്, പക്ഷെ അതൊരു അത്ര വലിയൊരു നോയ്സായിട്ട് നമുക്ക് അത്ര ഡിസ്റ്റർബൻസ് നോയ്സ് ഒന്നുമില്ല. ഈ 2500 RPM കയറുമ്പോൾ 4 ലിറ്റർ സിലിണ്ടർ ആക്റ്റീവ് ആവും, ടെർബോ ആക്റ്റീവ് ആവും. അതിനുശേഷം ഒരു പവർ, ആക്ച്വലി കമ്പനി പറയുന്നത് 100 കിലോമീറ്റർ സ്പീഡ് എത്താൻ 10 സെക്കൻഡ്സ്, ലെസ് ദാൻ 10 സെക്കൻഡ്സ് മതി എന്നാണ്. അതായത് മുമ്പത്തെ റാപ്പിഡ് 1.6 റാപ്പിഡിൽ 100 എത്താൻ എത്ര സെക്കൻഡ്സാണ് എടുക്കുന്നത്, അതിനേക്കാൾ 1 സെക്കൻഡ് താഴെയാണ് ഇപ്പോഴത്തെ 1 ലിറ്റർ ടെർബോ എഞ്ചിൻ യൂസ് ചെയ്യുന്നുള്ളൂ. അത്രയും പവറാണ് വണ്ടിക്ക് ഇപ്പോഴും കൊടുത്തിരിക്കുന്നത്. മൈലേജിലും ഡ്രോപ്പ് ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറിലോട്ട് വരാണെങ്കിൽ നമുക്ക് പണ്ട് മുതലേ കണ്ടുവരുന്ന ഒരു ഇൻറ്റീരിയറാണ്. അതിനകത്ത് വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. ആകെ ഒരു സിസ്റ്റം, മ്യൂസിക് സിസ്റ്റത്തിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. മ്യൂസിക് സിസ്റ്റം എന്നൊരു 8 ഇഞ്ച് സ്ക്രീൻ വന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്കൊരു പ്രത്യേകത എന്ന് പറയാനായിട്ട്, നമുക്ക് ഇപ്പോൾ വണ്ടി ഹാൻഡ് ബ്രേക്കിലാണെങ്കിൽ വണ്ടി റണ്ണിങ്ങിൽ ചെയ്യാൻ പറ്റില്ല. ഹാൻഡ് ബ്രേക്കിലാണെങ്കിൽ
നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ് ഇതെല്ലാം അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും, വീഡിയോസ് കാണാൻ പറ്റും, ഫോണിൻ്റെ വൈഫൈ കണക്ട് ചെയ്തിട്ട് അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറും കാര്യങ്ങളൊക്കെ അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. അത് അതിനകത്ത് ചേഞ്ച് ചെയ്തിട്ട് പിന്നെയും ബേസ് മോഡൽ മുതൽ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്റ്റിയറിങ്ങിലായാലും അധികം കൺട്രോൾസ് ഒന്നുമില്ല. വോളിയം, ഡൗൺ ബട്ടൺ, കോൾ എടുക്കാനുള്ള ബട്ടൺ, നെക്സ്റ്റ്, പ്രീവിയസ് ബട്ടൺ ഇത്രയും കൊടുത്തിട്ടുള്ളൂ. വേറെ അധികം അലങ്കാരങ്ങളൊന്നുമില്ല, പക്ഷേ ആവശ്യത്തിന് നീഡായ കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്റ്റിയറിംഗ് അത്യാവശ്യം ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ് ഒക്കെയാണ്, അത് രണ്ടും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി സ്കോഡ പണ്ട് മുതലേ നീറ്റായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന സംഭവമാണ്. ഇപ്പോൾ ഗിയർ ഷിഫ്റ്റിംഗ് ആയാലും വളരെ ചെറിയ ഗിയർ ലിവറാണ്, പക്ഷേ ആ ഒരു ഭയങ്കര കംഫർട്ടായിട്ട് ഗിയർ ഷിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സഡൻ പിക്കപ്പ് നമ്മൾ പല വാഹനങ്ങൾ ഈ അടുത്ത് ഓടിച്ചപ്പോൾ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഷോയിൽ, കാല് കൊടുക്കുമ്പോൾ പതുക്കെ കയറുന്ന ഒരു പ്രക്രിയ. അപ്പോൾ അതിൽ നിന്ന് ഓപ്പോസിറ്റായിട്ട് സഡൻ പിക്കപ്പ് നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു കാര്യം. ഇപ്പം AC-യുടെ കാര്യങ്ങളായാലും ഇൻറ്റീരിയർ ആയാലും എല്ലാം തന്നെ ക്വാളിറ്റി വൈസ് നോ കോംപ്രമൈസ്. അത് പണ്ട് മുതലേ സ്കോഡ യൂസ് ചെയ്തിട്ടുള്ളവർക്കും സ്കോഡ ഇഷ്ടപ്പെടുന്നവർക്കും അറിയാം. ക്വാളിറ്റി വൈസ് വലിയ അലങ്കാരങ്ങളൊന്നും സ്കോഡ കൊണ്ടുവരില്ലെങ്കിലും അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സും ഉള്ള ഫീച്ചേഴ്സ് ക്വാളിറ്റി ആയിട്ടും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ റാപ്പിഡ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഇതിന് കോമ്പീറ്റ് ചെയ്യുന്ന പല വണ്ടികളും നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഭയങ്കര ഒരു ഫ്ലെക്സിബിൾ ഫീലാണ് നമുക്ക് കിട്ടുന്നത് റൈഡിങ്ങിലൊക്കെ. അതിൻ്റെ സ്റ്റിയറിംഗ് ആയാലും നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒട്ടും റഫൊന്നുമല്ല, പക്ഷേ ഇത് കുറച്ച് റഫാണ്. അപ്പം നമ്മുടെ കയ്യിൽ ഭയങ്കര കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഓടിക്കുമ്പോൾ. ഞാൻ ഇതിന് മുമ്പും ഇതിന് കോമ്പീറ്റ് ചെയ്യുന്ന വണ്ടികൾ ഓടിച്ചപ്പോൾ നമുക്ക് ഒരു നല്ല ടേണിങ്ങൊക്കെ ടേൺ ചെയ്യുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് ലെവൽ നമുക്ക് ലോസ്റ്റ് ആവാറുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഭയങ്കര റഫ് ആയതുകൊണ്ട് ഭയങ്കര ഒരു വലിയ വണ്ടി ഓടിക്കുന്ന അല്ലെങ്കിൽ വെയിറ്റുള്ള വണ്ടി ഓടിക്കുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പേഴ്സണലി എനിക്ക് അങ്ങനെ ഒരു ഇത് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് സസ്പെൻഷൻ പറയുകയാണെങ്കിൽ കുറച്ച് ഹാർഡായിട്ടുള്ള സസ്പെൻഷനാണ്, അത്രയും ലൈറ്റ് ഒരു സസ്പെൻഷൻ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഹാർഡ്നെസ് ഫീല് ഡ്രൈവിൽ ശരിക്കും കിട്ടുന്നുണ്ട്. നല്ല കട്ടറിലൊക്കെ ചാടുമ്പോൾ ശരിക്കും നല്ല ഹാർഡ്നെസ് ഫീൽ കിട്ടുന്നുണ്ട്. അത് വണ്ടിയുടെ ചില ആൾക്കാർക്ക് ആ ഹാർഡ്നെസ് ഫീലാണ് ഇഷ്ടം, ചിലർക്ക് അത് അത്ര ഹാർഡ്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന വേർണയാണ്. വേർണ ലൈറ്റ് സസ്പെൻഷനാണ്. അതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ ഹമ്പിലൊക്കെ അത്യാവശ്യം ചാടി കഴിഞ്ഞാൽ അടിയൊക്കെ ചെറുതായിട്ടൊന്നും തട്ടും. അപ്പോൾ അങ്ങനെയൊരു പ്രശ്നമൊന്നും ഇതിനകത്തില്ല. ജർമ്മൻ കാറുകളൊക്കെ അങ്ങനെ, നമ്മളിപ്പോൾ വോക്സ്വാഗൻ എടുത്താലും സ്കോഡ എടുത്താലും ഒരു ഹാർഡ് സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് യൂസ്ഫുള്ളാണ്. എനിക്ക് സംബന്ധിച്ച് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണത്. അത്യാവശ്യം ഹാർഡായിട്ട് പോകുന്ന ഒരു സസ്പെൻഷനാണ് എനിക്കിഷ്ടം. ആൻഡ് റഫ് സ്റ്റിയറിംഗ് ആണ് പേഴ്സണലി എനിക്കിഷ്ടം. ബ്രേക്കിങ്ങിലേക്ക് വരുമ്പോൾ എനിക്ക് അത്ര അങ്ങനെ കംഫർട്ടായിട്ട് ഫീൽ ചെയ്തില്ല. പക്ഷേ നമ്മുടെ ഈ ഒരു വണ്ടിക്ക് ഇതിൻ്റെ മാക്സിമം സ്പീഡ് എനിക്ക് തോന്നുന്നു ഒരു 180 ആയിരിക്കും. അപ്പോൾ 180 പോകുമ്പം അത്രയും സ്പീഡ് ലെവലൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഒരു ബഡ്ജറ്റ് വെഹിക്കിളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്രയും ഒരു കംഫർട്ട് ലെവലല്ല, എന്നാലും ഇറ്റ്സ് ഗുഡ്. കുറ്റം പറയാനൊന്നുമില്ല. കാരണം ഞാനൊരു ബ്രേക്ക് അത്യാവശ്യം നന്നായിട്ട് അപ്ലൈ ചെയ്ത് നോക്കിയായിരുന്നു നേരത്തെ, അതുകൊണ്ടാണ് പറഞ്ഞത്. നമുക്ക് ഇൻറ്റീരിയർ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാര്യമായ വ്യത്യാസങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ അത്യാവശ്യം ഹാൻഡ് റെസ്റ്റൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, പണ്ട് മുതലേ ഉള്ളൊരു ഫീച്ചറാണ്. ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നീറ്റാണ്. നമുക്ക് സീറ്റിൻ്റെയൊക്കെ കവറിങ് ആയാലും ഹോൾസ്റ്റർ ആയാലും അത്യാവശ്യം വെന്റിലേറ്റഡ് എന്ന് പറയില്ല, വെന്റിലേറ്റഡ് അല്ല, പക്ഷേ നമുക്ക് ഭയങ്കര കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന തൈ സപ്പോർട്ടും അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് മാനുവലാണ്, ഒന്നും ഇലക്ട്രിക്കല്ല. പക്ഷേ അതൊന്നും ഒരു പ്രശ്നമില്ല. ഒരു ബഡ്ജറ്റഡ് കാർ, ഒരു ഫാമിലി ഓറിയൻറ്റഡ് ഒരു ബഡ്ജറ്റഡ് കാറായിട്ടാണ് സ്കോഡ ഇതിനെ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും അത്ര നമുക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഈ ഒരു ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ, ഇതിൻ്റെ കോമ്പീറ്റ് ചെയ്യുന്ന മറ്റ് വാഹനങ്ങളെ വെച്ച് നോക്കുമ്പോൾ അതൊന്നും ഇതിനകത്ത് ഇല്ലായിരിക്കും. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റും കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇല്ലെങ്കിലും മാന്യമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കൊടുത്ത കാര്യങ്ങൾ നീറ്റ് ആൻഡ് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്.
പിന്നെ ഇവിടെയും ഒരു അത്യാവശ്യം ലൈറ്റ് കാര്യങ്ങൾ എല്ലാം പഴയ പോലെ അതിനൊന്നും ഒരു വ്യത്യാസവും. ഞാൻ ഈ പറഞ്ഞ പോലെ എൻജിനിൽ വന്ന ഒരു മാറ്റവും ഈ ഒരു മ്യൂസിക് സിസ്റ്റിൽ കൊണ്ടുവന്നൊരു അപ്ഡേഷനുമാണ്. അല്ലാതെ ഫേസ് ലിഫ്റ്റഡ് വേർഷൻ എന്ന് പറയാനൊന്നുമില്ല. സ്റ്റിയറിംഗ് ആയാലും ലെതർ റാപ്പിഡ് ഒരു സ്റ്റിയറിംഗ് ആണ്. അത്യാവശ്യം സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഫ്രണ്ട് പോർഷനിൽ ഇരുന്നിട്ടുള്ള ഈ ഒരു പോർഷൻ്റെ കാര്യങ്ങൾ. ഇനി നമുക്ക് ബാക്ക് റോ ഇരുന്ന് നോക്കണം. എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരു സ്പേസ് ഉള്ള ഒരു ഏരിയയാണ്. കാരണം അതിൻ്റെ സീറ്റിങ്ങൊക്കെ കുറച്ച് ഫ്രണ്ട് സീറ്റിനേക്കാൾ കുറച്ച് താഴെയാണ്. അതുകൊണ്ട് തന്നെ കംഫർട്ടായിട്ട് തൈ സപ്പോർട്ടൊക്കെ കിട്ടുന്ന ഒരു ലെവലായിരിക്കും. നമുക്ക് നോക്കാം, എവിടെയെങ്കിലും വണ്ടി ഒതുക്കിയിട്ട് നമുക്ക് നോക്കാം. ആഫ്റ്റർ ദാറ്റ് ഞാൻ വണ്ടിയുടെ എക്സ്റ്റീരിയർ കാണിച്ചു തരാം. നമ്മൾ ബാക്ക് റോയിൽ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബഡ്ജറ്റ് കുറവാണെങ്കിലും ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല ഒരു കാര്യത്തിലും. ഇവിടെ ഒരു AC വെൻ്റ് ഉണ്ട്, ആൻഡ് ഒരു കപ്പ് ഹോൾഡറുണ്ട്, 12 വോൾട്ട് ഒരു ചാർജറുണ്ട്, ആൻഡ് 2 പേർക്കാണ് ഇവിടെ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്നത്. സെൻറ്ററിൽ വേണമെങ്കിൽ ഒരു കിഡ്സിനൊക്കെ ആർക്കെങ്കിലും അങ്ങനെ എടുക്കാം. ഇവിടെയും പോക്കറ്റ്സ് ഉണ്ട്. അത്യാവശ്യം ഈ ഒരു വിസിബിലിറ്റി, സൈഡ് ഡോറിൻ്റെ ഗ്ലാസ് എല്ലാം താഴെ നിന്നാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു വിസിബിലിറ്റി ഫീൽ നന്നായിട്ടുണ്ട്. ഇവിടെയും ഒരു ക്രോം ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഹാൻഡ് റെസ്റ്റ് ഉണ്ട്, പക്ഷേ അതിനകത്ത് കപ്പ് ഹോൾഡറൊന്നുമില്ല. ഒരു ജസ്റ്റ് ഹാൻഡ് റെസ്റ്റ്, 2 പേർക്ക് റിലാക്സായി ഇരുന്ന് പോകാൻ പറ്റുന്നൊരു ഹാൻഡ് റെസ്റ്റ് ഉണ്ട്. പിന്നെ സീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് തൈ സപ്പോർട്ടായാലും ഇത് ബാക്ക് റോയിലെ സീറ്റ് ഫ്രണ്ട് റോ അപേക്ഷിച്ചിട്ട് കുറച്ച് ചെരിഞ്ഞ് താഴോട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് കുറച്ച് താഴെ ഇരിക്കുന്ന ഒരു ഫീലുണ്ട്. പക്ഷേ കംഫർട്ടായിട്ട് ചെരിഞ്ഞ് ലെഗ് റൂമൊക്കെ നല്ല അത്യാവശ്യം സ്പേസ് ഉണ്ട്. ലെഗൊക്കെ റിലാക്സ് ചെയ്തിരുന്ന് പോകാൻ പറ്റും. ബാക്ക് റോ ആയാലും 2 പേർക്ക് കംഫർട്ടായിട്ട് ഇരുന്ന് പോകാൻ പറ്റുന്ന ഒരു കാര്യങ്ങളൊക്കെ കമ്പനി എന്തായാലും കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ സ്ക്വാഡയുടെ ലൈറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ നമ്മളൊരു പഴയൊരു സംഭവമാണ് ഈ ഒരു സ്വിച്ച് ടൈപ്പൊക്കെ. കാരണം ഇപ്പോൾ പുഷ് ബട്ടണാണ്. അപ്പോൾ ഇത് പഴയൊരു സെറ്റപ്പ് തന്നെ ഇപ്പോഴും കൊടുത്തിരിക്കുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അതെല്ലാം നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സ്കോഡ റാപ്പിഡിൻ്റെ സെക്കൻഡ് റോ. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിന് മുമ്പത്തെ മോഡലായിട്ട് ഒരു വ്യത്യാസവും കാര്യങ്ങളൊന്നുമില്ല. എന്നും ഉണ്ടായിരുന്ന സെയിം ഗ്രിൽ പാറ്റേൺ കാര്യങ്ങളൊക്കെ ആ ഡിസൈൻ തന്നെയാണ് സ്കോഡ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. ഇതിൻ്റെ ഹെഡ്ലൈറ്റിലോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പ്രൊജക്ടർ ലൈറ്റും നോർമൽ ടൈപ്പും ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്. അതിൻ്റെ അതേ സൈസിനോട് ആ ഒരു സൈസ് തന്നെ ഫോഗ് ലാംപ്സും സൈസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ ഹെഡ്ലൈറ്റും ഫോഗ് ലാമ്പൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിൻ്റെ അകത്ത് ബ്ലാക്ക് ഫിനിഷിംഗ് ആണ് കൊടുത്തിരുന്നത് ഹെഡ്ലൈറ്റിൻ്റെ അകത്തൊക്കെ. അപ്പോൾ ഒരു സ്മോക്കി ഫീൽ കൊണ്ടുവന്നിട്ടുണ്ട്. വേറെ വ്യത്യാസങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. ക്യാരക്ടർ ലൈനും ആ ബോഡി ഷേപ്പ് കാര്യങ്ങളൊക്കെ പഴയ റാപ്പിഡിൻ്റെ സെയിം ഒരു ഫീലല്ല സെയിം ഒരു ഡിസൈനാണ് ഇതിനകത്തും കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഒരു ക്രോം ഫിനിഷിങ് അവിടെയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഫുൾ ഓപ്ഷനിലാണ് നമുക്ക് ആ ക്രോം ഫിനിഷിങ് കൂടുതലും കിട്ടുന്നത്. ബേസ് വേരിയൻറ്റ് മുതൽ നമുക്കിതിനകത്ത് ക്യാമറ ഇല്ല, ക്രോം ഫിനിഷിംഗ് ഇല്ല, ആൻഡ് അലോയ്സ് ഇല്ല. ബാക്കിയെല്ലാം തന്നെ ഇപ്പോൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആയാലും ബാക്കിലെ സെൻസേഴ്സ് ആയാലും എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു ബഡ്ജറ്റഡ് ഫാമിലി ഓറിയൻറ്റഡ് കാറായിട്ടാണ് സ്കോഡ ഇതിന് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. 7.49 lakhs ആണ് എക്സ് ഷോറൂം പ്രൈസ് സ്കോഡ റാപ്പിഡ് സ്റ്റാർട്ടിംഗ് വേരിയൻറ്റിന് വരുന്നത്.
ആക്ച്വലി ഈ 2020 പുതിയ റാപ്പിഡിൽ ബേസ് മോഡൽ മുതൽ സെൻസേഴ്സ് വരുന്നുണ്ട്. നമുക്കിത് കിട്ടിയിരിക്കുന്ന ഫുൾ ഓപ്ഷനാണ്. ഇതിനകത്ത് ചെറിയ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ക്യാമറ വരുന്നുണ്ട്. കാര്യമായ വ്യത്യാസങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ 1 ലിറ്റർ ടെർബോ എഞ്ചിനാണ് ഒരു വ്യത്യാസം വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ്. സെൻസേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേസ് മോഡൽ മുതലുണ്ട്. ആൻഡ് ഒരു ക്രോം സ്ട്രിപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് സൈഡ് പോർഷൻ വരികയാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, അവിടെയും ക്രോമിൻ്റെ ഒരു അത്യാവശ്യം ഡോർ ഹാൻഡിൽസിലും സൈഡൊക്കെ ക്രോം കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അതൊരു പ്രീമിയം സെഗ്മെൻറ്റിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. ആൻഡ് ഇതിന് അലോയാണ് വരുന്നത്. അലോയി വീൽസ് വരുമ്പോൾ ഒരു അലുമിനിയം ടച്ച് അലോയാണ് വരുന്നത്. ബേസ് മോഡലൊക്കെ നമുക്ക് നോർമൽ വീൽസും വീൽ കപ്പും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇന്ന് നമ്മൾ ഡ്രൈവ് ചെയ്ത സ്കോഡ റാപ്പിഡ് അത്യാവശ്യം വേണ്ട വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തു. നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്കോ ഫ്രണ്ട്ലി ആൻഡ് ബഡ്ജറ്റഡ് വെഹിക്കിളാണ്. ഒരു ഫാമിലി ഓറിയൻറ്റഡ് കാറായിട്ടാണ് സ്കോഡ ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ വൺസ് സ്കോഡ ഫാൻ ഈസ് ഓൾവേസ് എ സ്കോഡ ഫാൻ. അതുകൊണ്ട് തന്നെ ഒരിക്കൽ നിങ്ങളിതൊന്ന് യൂസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം തന്നെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ വണ്ടി ട്രൈ ചെയ്യുക, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക, സ്വന്തമാക്കുക. ആൻഡ് ഇനിയൊരു പുതിയ വാഹനമായിട്ട് ഞാൻ അടുത്ത എപ്പിസോഡിൽ വരും. അതുവരെ ബൈ.